അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങളാണ് നാം ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് പകൽ വായിപ്പാൻ കർത്താവ് അവസരങ്ങൾ നൽകിയത്. കഴിഞ്ഞ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാഗം വായിച്ച് ധ്യാനിപ്പാൻ കർത്താവ് അവസരം നൽകി. അതുമായി ബന്ധപ്പെട്ട ഒരു ദൈവിക ദൂത് നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അവർ ചെയ്തു വന്ന ശുശ്രൂഷയുടെ നിറവുകളെക്കുറിച്ച് എഴുതപ്പെടുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. 1-ാം അധ്യായം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുന്നു. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങളുടെ മേൽ വരും എന്ന് യേശു ഉറപ്പിച്ച് കൺഫേം ചെയ്ത് പറയുന്നു. 1-ാമത്തെ അധ്യായത്തിൽ യേശു സ്വർഗത്തിലേക്ക് 40 നാളുകൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് 40 നാളുകൾക്ക് ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഒലിവുമലയിൽ നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഈ യേശു പോയതുപോലെ മടങ്ങി വരും. അവിടെ എഴുതിയിരിക്കുന്നത് ഈ യേശു എന്ന്. യേശുവിൻ്റെ ഇൻഷലല്ല ഈ എന്നുള്ളത്, ഈ യേശു മടങ്ങി വരുമെന്ന്. അതിനർത്ഥം ധാരാളം യേശുക്കൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ യേശു തന്നെ മടങ്ങി വരും. ഈ യേശുവിൻ്റെ പ്രത്യേകത എന്താ? ഈ യേശു മരണത്തെ ജയിച്ചവനാണ്. ഈ യേശുവിൻ്റെ പ്രത്യേകത കല്ലറയെ പൊട്ടിച്ചവനാണ്. ഈ യേശു അത്ഭുതങ്ങൾ ചെയ്തവനാണ്. ഈ യേശു പോയതുപോലെ മടങ്ങി വരാമെന്ന് വാക്കു പറഞ്ഞവനാണ്. നമുക്കറിയാം, ചരിത്രങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ ഒട്ടുമിക്കാലും ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. യേശു എന്ന് പറഞ്ഞ് പേരെടുത്ത് വന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ ഈ കൊച്ചു കേരളത്തിൽ പോലും ഞാനാ യേശു എന്ന് പറഞ്ഞ് വന്ന ആളുകളുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ യേശുവാണെന്നും പറഞ്ഞ് ഇന്നും അവതാര പുരുഷന്മാർ വെളിപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് യേശു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒത്തിരി ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ദർശനത്തിൽ, വെളിപ്പാടിൽ തൻ്റെ സഭയ്ക്ക് കൈമാറി, വേറെ ഏത് യേശു വന്നാലും അതല്ല നിങ്ങളെ വീണ്ടെടുക്കുന്നത്, ഈ യേശു, സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഈ യേശുവാണ് നിങ്ങളെ വീണ്ടെടുക്കുന്നത് എന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ദൂതന്മാർ പറയുന്ന സാക്ഷ്യമുണ്ട്. ആരോടാണ്? ഗലീല പുരുഷന്മാരോട്. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വരുമെന്ന് പറയുന്നു. 1-ാം അധ്യായത്തിൽ നിങ്ങൾ ഭൂലോകമൊക്കെയും പോകണം, എൻ്റെ സാക്ഷിയാകണം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി എന്ത് ചെയ്യണം? പറയണം. അല്ലാതെ മറ്റുള്ളവരെ കണ്ണി കണ്ടവരെയൊന്നുമല്ല, യേശുവിനെ പറ്റി പറയണമെന്ന് 1-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. യേശുവിനെ പറ്റി പറയാതെ മറ്റുള്ള പലതും പറയുമ്പോഴേ അടി കിട്ടുന്നത്. യേശുവിനെ പറ്റി പറഞ്ഞാൽ അങ്ങനെ അടിക്കത്തൊന്നുമില്ല ആരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. യേശു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഞാൻ കയറിയ കുരിശോ അല്ലെങ്കിൽ ഞാൻ പോയ വണ്ടിയോ ഞാൻ പോയ സാഹചര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ പറയണ്ടേ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഇല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിൽ കൂടെ കടക്കാത്തവൻ കള്ളന്മാരും കവർച്ചക്കാരും അത്രേ എന്നൊക്കെ പറഞ്ഞ കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്നെപ്പറ്റി നിങ്ങൾ ഭൂലോകമൊക്കെയും ചെന്ന് എന്ത് ചെയ്യണം? പറയണം. മനുഷ്യവാസമുള്ള 5 വൻകരകളിലും എന്നെപ്പറ്റി പറയണമെന്ന് പറഞ്ഞ് യേശു അവകാശപ്പെട്ട ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സാക്ഷിയാകുക. നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി എന്ത് ചെയ്യണം? ഞാൻ യേശുവിനെ പറ്റി അറിഞ്ഞു, ഞാൻ യേശുവിൽ സമാധാനം അനുഭവിക്കുന്നുണ്ട്, ഇനി ആരോട് പറയാനോ എന്ന് ഉള്ള ചിന്തയല്ല നമുക്ക് ആവശ്യം. ഒരു ദൈവദാസന് മാത്രം, ഒരു പാസ്റ്റർക്ക് മാത്രമല്ല സുവിശേഷം പറയാനുള്ള അനുവാദം. ഓരോ വിശ്വാസികളും സുവിശേഷം പറയണം.
ഓരോ വിശ്വാസികളും നിങ്ങളുടെ അടുക്കൽ വരുന്ന ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം. യേശു ജീവിക്കുന്നു എന്ന് പറയണം. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയണം. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണം. യേശു ഇനിയും വരുമെന്ന് പറയണം. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എൻ്റെ സാക്ഷി ആകുവേൻ. ഇതെല്ലാം 1-ാം അധ്യായത്തിൽ കിടക്കുന്ന കാര്യമാണ്. 1-ാം അധ്യായം ഒരു ചെറിയ അധ്യായമാണെങ്കിലും ഭയങ്കരമായ കണ്ടൻറ്റുകൾ അതിനകത്തുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. 1-ാം അധ്യായത്തിൽ യേശു ആരെ പറ്റിയാണ് പറഞ്ഞു? പരിശുദ്ധാത്മാവിനെ, ഹോളി സ്പിരിറ്റിനെ പറ്റി പറഞ്ഞു. 2-ാം അധ്യായത്തിൽ അത് വന്നു. ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ശാന്തമായ അന്തരീക്ഷത്തിൽ 1-2 കാര്യം പറഞ്ഞ ദൂതിലേക്ക് ഞാൻ കയറാൻ താല്പര്യപ്പെടുകയാണ്. 1-ാം അധ്യായത്തിൽ വരും എന്ന് പറഞ്ഞു. 1-8 വാക്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞു. 2-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ കാണുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി. യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ അമ്മയായ മറിയ, യേശുവിൻ്റെ സഹോദരന്മാർ, ഇവരെല്ലാം ആ മാളിക മുറിയിലുണ്ട്. ഏതാണ്ട് 120 പേരിലധികം അടങ്ങുന്ന ഒരു സംഘം ഈ മാളിക മുറിയിൽ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മേൽ എന്തോ വന്നു? പരിശുദ്ധാത്മാവ് വന്നു. രാമയും പറഞ്ഞേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് സായിപ്പ് കൊണ്ടുവന്നതല്ല, പരിശുദ്ധാത്മാവ് ഇന്നലെ വന്നതല്ല. യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവരുടെ മേൽ പകർന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാമും പ്രാപിച്ചിരിക്കണം. പ്രാപിക്കാത്തൊരു കൊതിക്കണം, ദൈവത്തോട് ചോദിക്കണം. അതനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അതരങ്ങളുടെ കെട്ടഴിയുക, മനസ്സിൻ്റെ കെട്ടഴിയുക, ശരീരത്തിൻ്റെ കെട്ടഴിയുക. പിരിമുറുക്കം വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ചില നിരാശകളൊക്കെ ഇടയ്ക്ക്, മനുഷ്യരല്ലേ, പാസ്റ്ററാണെന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ, ഇടയ്ക്ക് നിരാശകളൊക്കെ വരും. ഏത് മനുഷ്യനും വരും. സ്തോത്രം. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അന്യഭാഷയിൽ ആരാധിക്കും. ചിലപ്പോൾ ഇരുന്നുകൊണ്ടൊന്നും അല്ല, ചിലപ്പോൾ നടക്കുമ്പോഴായിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, കമ്പ്യൂട്ടറിൽ പണി ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മറ്റ് എൻ്റേതായ ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും. ഞാൻ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവസാന്നിധ്യം ശരീരത്തിൽ വന്നിട്ട് മനസ്സിനെ അങ്ങ് ക്ലിയറാക്കും. എത്ര അനുഭവങ്ങൾ മനസ്സിനെ ക്ലിയറാക്കാൻ ഇതേപോണക്കൊരു ശക്തി വേറെയില്ല. അതുകൊണ്ട് അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നന്നായിട്ട് ദൈവകൃപ പ്രാപിച്ച് ആരാധിക്കുകയാണെങ്കിൽ നിർത്താൻ തോന്നത്തില്ല. സ്തോത്രം. നമ്മൾ പിടിച്ചെന്ത് ചെയ്യണം? നിർത്തണം. കാരണം ഇതിനകത്ത് അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആ നിലയിൽ അങ്ങ് പോകുകയാണ്. മണിക്കൂറോളം നിന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേ. വിശ്വസിക്കുന്നൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നൈജീരിയയിൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു. ആ ദൈവദാസൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പുസ്തകത്തിൽ ഞാൻ വായിച്ചതാ. അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുമായിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി നൈജീരിയയിലെ സ്റ്റേജുകൾ തട്ടി ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞ് യേശുവിനെ പറ്റി പറയുമ്പോൾ മരിച്ചവർ ഉയർക്കുമായിരുന്നു. മരിച്ചവർ ഒരാളല്ല, പലരും ഉയർക്കുമായിരുന്നു. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു മീറ്റിംഗ് കുറഞ്ഞതൊരു 10-50 എണ്ണമെങ്കിലും എന്തു ചെയ്യും? ഉയർക്കും. ആ മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന, സെമിത്തേരിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് ഈ ഉപദേശിയുടെ മീറ്റിംഗ് ആണെന്ന് അറിഞ്ഞാൽ ഉടനെ അവിടെ കയറ്റി അങ്ങ് വെക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? അവർ സൗഖ്യമാകും, മരണത്തിൽ നിന്ന് അവർ പുറത്തു വരും. അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് അന്വേഷിച്ച് കുറേ പേര് ചെന്നു. മീഡിയക്കാരെല്ലാം കൂടെ ചെന്നിട്ട് അതിൻ്റെ എന്താ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ മരിച്ചവർ ഉയർക്കുന്നത് എന്ന് ചോദിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് പ്രത്യേക കാര്യമൊന്നുമില്ല. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റേജിൻ്റെ അണ്ടർഗ്രൗണ്ടിനകത്ത് പ്രാർത്ഥന നടക്കുകയാണ്. സ്റ്റേജ് ഇതുപോണക്കുള്ള സ്റ്റേജല്ല, ഇതിനകത്ത് കയറാനൊന്നും പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ സ്റ്റേജ്, അദ്ദേഹം നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രാർത്ഥന ഹാളുണ്ട്. ആ സ്റ്റേജിൻ്റെ അടിയിൽ, മരിച്ചവരെ ഉയർപ്പിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്. അവിടെ ആ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തുടങ്ങി അന്യഭാഷ പറയാൻ തുടങ്ങിയത് ആ മീറ്റിംഗ് കഴിയുന്നിടം വരെ അവർ അന്യഭാഷയിൽ എന്തു ചെയ്യും? ആരാധിച്ചു കൊണ്ടിരിക്കും. വേറൊരു ഭാഷയും പറയത്തില്ല, വേറൊരു കാര്യവും പറയത്തില്ല.
വേറെ ഒരു വാക്കും ഉപയോഗിക്കത്തില്ല. അങ്ങനെ അവർ ആത്മാവിൽ അങ്ങോട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അകത്തങ്ങോട്ട് തീ അങ്ങോട്ട് കത്തുകയാണ്. സ്തോത്രം. അങ്ങനെ ഉണ്ടോ നിങ്ങൾ? അകത്തെന്തോ കത്തുക? ഈ സ്റ്റേജിൻ്റെ അടിയിൽ അന്യഭാഷ പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരും സഹോദരിമാരും കൂടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ തീ കത്തുക. ഈ തീയുടെ മേളിലാണ് ഇദ്ദേഹം കയറി നിൽക്കുന്നത്. അദ്ദേഹം ആരുടെ മേൽ കൈവച്ചാലും സൗഖ്യമാണ്. രോഗികൾ സൗഖ്യമാകുക, ക്യാൻസർ സൗഖ്യമാകുക, മുടന്തന്മാർ എഴുന്നേറ്റ് ഓടുക, ചെകിടന്മാർ കേൾക്കുക, കുരുടന്മാർ കാണുക, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക. അത് അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ ബലം മനസ്സിലായോ? നമ്മളെ കൊണ്ടും വലിയ കാര്യമൊന്നും നടന്നില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും. പ്രശ്നങ്ങൾ വരുമ്പോൾ കിച്ചണകത്ത് നിന്ന് അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. വീടിനകത്ത് പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ റെഡിയാകുമ്പോൾ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പം നോക്കുക, 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞു. അതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആ ഭാഗം തൊട്ടുവന്നേ ഉള്ളൂ. 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഓരോരുത്തൻ്റെ മേലും അഗ്നിനാവോടുകൂടെ തീ ഇറങ്ങി എന്നാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്താണ്? തീയാണ്. ഓരോരുത്തൻ്റെ മേലും അഗ്നിനാവോടുകൂടെ തീ ഇറങ്ങി. തീ ഇറ്റിറ്റ് വീഴുകയാണ് ഓരോരുത്തരുടെ മേലും. എല്ലാവരുടെ മേൽ വീണെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പേഴ്സണലായിട്ട് ഓരോരുത്തരുടെ മേലും തീ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇന്ന് പകൽ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇത് നിറങ്ങത്തുള്ളൂ. ഇതിനകത്ത് വന്ന് ഇരുന്നത് കൊണ്ട് നിറയത്തില്ല. ഇതിനകത്ത് വന്ന് കൈ അടിച്ചത് കൊണ്ട് നിറയത്തില്ല. ആരാവശ്യക്കാരനുണ്ട് അവർ വ്യക്തിപരമായി നിറയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ഓരോരുത്തൻ്റെ മേൽ നിറഞ്ഞു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകരം നമ്മുടെ മേൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ചൊന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ, ആലയത്തിൽ മാത്രമല്ല സൂമിലിരിക്കുന്നവരും മറ്റ് മീഡിയ കേൾക്കുന്നവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയെ ചലിച്ചാട്ട്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ജോലിയിൽ വ്യാപരിക്കട്ടെ, ശരീരത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പിശാചിൻ്റെ പോരികൾ എല്ലാം, നേർച്ചകൾ, കാഴ്ചകൾ, പൈശാചിക മണ്ഡലങ്ങൾ എല്ലാം, മന്ത്രക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. ആരാജാന ദീപാരാജാന ഹംദരാധന ദീപൽ ഘടക സംദന ദിഗ ഘടക സൈതനേ യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹൃദയം തുറന്ന് അതരം തുറന്ന് യേശുവിനെ അല്പസമയം ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. മർക്കോസിൻ്റെ മാളിക മുറിയിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നിറയേണ്ടതിന്, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയേണ്ടതിന് അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ സ്റ്റേജ് മാറും, നമ്മുടെ നിലവാരം മാറും. പലപ്പോഴും നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുക, പ്രാപിക്കേണ്ടവനെ നന്നായിട്ട് പ്രാപിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആലപ്പുഴയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു ടീച്ചറുണ്ടായിരുന്നു എൻ്റെ ചർച്ചയിൽ. ആലപ്പുഴ ടൗണിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ, ചെറുപ്പക്കാരിയാണ്. ആ ടീച്ചർ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരും, എല്ലാ വെള്ളിയാഴ്ചകൾ അവധിയുള്ളപ്പോഴൊക്കെ വരും, എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ആരാധനയ്ക്ക് വരും. വരുന്ന എപ്പോഴറിയാമോ? സങ്കീർത്തനം വായിച്ച് കഴിയുമ്പോഴേ വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പാട്ടുപാടി ആരാധിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് 2 പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് സങ്കീർത്തനമൊക്കെ വായിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് ചെറുകെ കയറി എന്ത് ചെയ്യുന്ന കാണാം, വരുന്ന കാണാം, പുറകിലൊക്കെ വന്നിരിക്കുന്നതാണ്. ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും പിന്നെ ഒന്നും ആദ്യമൊക്കെ പറയുമായിരുന്നു, നേരത്തെ വരണേ, ആരാധനയ്ക്ക് സമയത്ത് വരണേ എന്നൊക്കെ ആദ്യമൊക്കെ പറയും. നമ്മളൊക്കെ പറയുന്നതിന് പരിമിതിയുണ്ടല്ലോ.
ആദ്യമൊക്കെ നിർബന്ധിക്കുമായിരുന്നു, നേരത്തെയൊക്കെ വരണേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് തലകുലുക്കി പാവം ഒന്നും പറയത്തില്ല. ചിലരങ്ങനെയല്ല, വഴക്കുണ്ടാക്കും, തിരിച്ചു വഴക്കുണ്ടാക്കും. അവരൊന്നും പറയത്തില്ല, ഇട്ടിട്ട് മിണ്ടാതെ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സെയിം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, കയറി വരും. വേറെ പണിയൊന്നുമില്ല, ഭർത്താവ് വീട്ടിലില്ല, ജോലി സ്ഥലത്ത് ഗൾഫിലാണ്, മറ്റു കാര്യങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ വരുന്നത് ഇച്ചിരി താമസിച്ചേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. പക്ഷേ ഒരിക്കലും ഒരു ഉപവാസ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമിലാണെന്ന് തോന്നുന്നു, ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് നിറഞ്ഞപ്പോൾ ഈ ടീച്ചർ അന്ന് അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. അന്ന് അഭിഷേകം പ്രാപിച്ചു. ഈ ടീച്ചർ അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് എഴുന്നേറ്റിങ്ങ് പോരുക, ഫ്രണ്ടിലോട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മൈക്കും വാങ്ങിച്ചിടങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങുക, ശുശ്രൂഷിക്കാൻ തുടങ്ങുക. ഞാനങ്ങ് അന്താളിച്ചു പോയി, ഇതെന്തോ പരിപാടിയാണ്. 11 മണിക്ക് വരുന്ന ഉഴപ്പി ടീച്ചർ പിന്നെ അവൻ നോക്കിയപ്പോഴത്തേന് സ്റ്റേജിലോട്ട് വന്നിട്ട് ശുശ്രൂഷിക്കുക. നോക്കിയപ്പോൾ എനിക്ക് നേരെ ദൂത് പറയുക. ഹല്ലേലൂയ. ദൈവം അങ്ങ് സ്റ്റേജ് മാറ്റി കേട്ടോ. ഹല്ലേലൂയ. പോയി ഇരിക്കടി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം അഭിഷേകത്തെ നമ്മൾ തടയരുത്. ആ സാന്നിധ്യം അവരുടെ മേൽ വന്നപ്പോൾ അവിടെ കെട്ടുപൊട്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോണല്ലോ, എല്ലാവരും വരുന്നതിന് മുമ്പ് ഞായറാഴ്ച ഇവൾ ആദ്യം വരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്ര നല്ലവനാ. അഭിഷേകം ഇപ്പം ഇവിടെ ഇരിക്കുന്ന അങ്കിളിനെ ഞാൻ തിരുത്താൻ നോക്കുന്നതിന് പരിമിതിയുണ്ട്. കൈ അടിക്കെന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. പ്രാർത്ഥിക്ക് കണ്ണടയ്ക്കെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ മടുക്കും മാത്രമല്ല, ഞാനും അങ്കിളും തമ്മിൽ ചിലപ്പോൾ പിണങ്ങിന്നിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് തൊട്ടാലുണ്ടല്ലോ, ഹല്ലേലൂയ, അത് നമുക്ക് അതിശയമായിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. ചുമ്മാ ഉള്ള പറച്ചിലല്ല. നമ്മുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നമ്മൾ ഏത് ആത്മാവിലാണ് നിറഞ്ഞിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ജീസസ്, ആമേൻ. ദൈവസന്നിധി സ്തോത്രം പറഞ്ഞേ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നിലവാരങ്ങൾ മാറ്റും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ ആത്മസാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. ആമേൻ. നമ്മുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ ദൈവം എന്ത് ചെയ്യും, നിരപ്പാക്കും. വിശ്വസിക്കുന്ന സ്തോത്രം പറ. ഈ വെള്ളിയാഴ്ച ആത്മാവി ഞാൻ പറയാ, നമ്മുടെ ഇടയിൽ ദുർഘടങ്ങൾ നിരപ്പാക്കുന്നതാണ് ആത്മസാന്നിധ്യം എന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ചെയ്താൽ ഭംഗിയായിട്ട് ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതമായിരിക്കും. ദുർഘടങ്ങൾ നിരപ്പാക്കും. വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകും, നിങ്ങളുടെ ദുർഘടങ്ങളെ ഞാൻ എന്ത് ചെയ്യും, നിരപ്പാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് സഞ്ചരിച്ചാൽ ആമേൻ, നമ്മൾക്ക് ഒരു വലിയ വിശാലത ഉണ്ടാകും. ഇന്ന് പകൽ ആ വിശാലത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, കണ്ടോ, ആത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ മൗനമായിരിക്കാൻ പറ്റില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാന്നിധ്യം അനുഭവിക്കില്ല കൊതിക്ക് ദൈവത്തോട് ചോദിക്കണം, കർത്താവ് അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. സൂമിരിക്കുന്നതിന് കേട്ടോ, ആ സാന്നിധ്യം കൊതിക്കണം ദൈവത്തോട്. നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ സാന്നിധ്യത്തിൽ നടക്കുവാണെങ്കിൽ ഒരു വലിയ പകർച്ച അവിടെ ഉണ്ടാകുകയാണ്. സാഹചര്യം മാറും കേട്ടോ, അവസ്ഥ മാറും കേട്ടോ. ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതിലപ്പുറമായി ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. ഈ വെള്ളിയാഴ്ച പകൽ ആരംഭത്തിൽ ഞാൻ ആ ഭാഗം ഞാൻ പറഞ്ഞു വിടുകയാണ്. പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടത് മർക്കോസിൻ്റെ മാളിക മുറിയിൽ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. വഴിയിൽ മുടന്തനായിരുന്നവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ ആ മുടന്തുള്ള വ്യക്തി എഴുന്നേറ്റ് തുള്ളിച്ചാടി പള്ളിയിലേക്ക് ഓടിയത് മർക്കോസിൻ്റെ മാളിക മുറിയിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയാണ്.
ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്നു പകൽ നമ്മളും ആ കൊതിക്കാൻ എത്ര പേര് റെഡിയാണ്? എനിക്കൊന്ന് ആരാധിക്കണം കർത്താവിനെ, എനിക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം, എൻ്റെ സ്ഥിതികളൊന്ന് മാറണം, എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് മഹത്വപ്പെടുത്ത വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ കരങ്ങൾ തട്ടി ആത്മാവി സ്തോത്രം ചെയ്യ്. ഹല്ലേലൂയ. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞു, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അർത്ഥം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ മോർണിംഗ് മെസ്സേജിൽ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇന്ന് എന്ന് പറഞ്ഞിട്ട് അടുത്ത കർക്കിടകത്തിൽ ദൈവം ഇല്ല എന്ന് മാറ്റി പറയുന്നവനല്ല നമ്മുടെ ദൈവം. വർഷം കഴിഞ്ഞാലും വാഗ്ദത്തം നിറവേറിയിരിക്കും. അതുകൊണ്ടാണ് സാറായോട് പറഞ്ഞ അടുത്ത വർഷം ഈ സമയമെന്ന്. പക്ഷേ 25 വർഷം കഴിഞ്ഞപ്പോഴും കാര്യം നടന്നില്ല. പക്ഷേ 21-ാം അധ്യായത്തിൽ ദൈവം അവിടെ കാര്യം സാധിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം സാധിപ്പിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് സാധിപ്പിക്കാൻ പോകുക. ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തികൾ വെളിപ്പെടുത്താൻ പോകുക. യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമ്മളെ ദൈവം രൂപാന്തരപ്പെടുത്താൻ പോകുക. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്താൻ പോകുകയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ രൂപം മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ രീതി മാറും. ചില ആളുകളെ കണ്ടില്ലേ, രക്ഷിക്കപ്പെട്ട് പള്ളി വരുമ്പോൾ അവരുടെ മുഖം നോക്കണം, കരുവാളിച്ച് പിശാചു പിടിച്ച് എന്തോ വലിയ തകർച്ചയൊക്കെയായി നിരാശപ്പെട്ട് വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷേ 2-3 ദിവസമൊക്കെ മീറ്റിംഗ് വന്നു കഴിഞ്ഞ് ഒരു ആത്മസാന്നിധ്യമൊക്കെ പ്രാപിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖം നോക്കണം, എന്നാ തേജസ് അറിയാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖം എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് മിടുക്കന്മാരായി മിടുക്കികളായി നല്ല കുട്ടപ്പന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം അഭിഷേകം നിങ്ങളുടെ മേൽ വന്നതുകൊണ്ടാണ്. ഒരാമേൻ പറഞ്ഞേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ശോഭയൊന്നുമല്ല, നിങ്ങളുടെ മുഖത്ത് തെളിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇടേണ്ട വസ്ത്രം ഏതാണെന്ന് അകത്ത് ബോധ്യം തരും. ഒരുവനിൽ അഭിഷേകം വരുമ്പോൾ പറയേണ്ട വാക്ക് ഏതാണെന്ന് ബോധ്യം തരും. എല്ലാ വാക്കുകളും പറയാൻ വരുന്നില്ല. പറയാൻ വരുമ്പോൾ അകത്ത് വിലക്ക് വരും. വേണ്ട, ഇത് നിനക്ക് പറ്റിയതല്ല, ഇത് നീ പറയേണ്ടതല്ല, നീ പറയേണ്ട വാക്കല്ല ഇത്. ആരാണ് അകത്ത് പറയുന്നത് വേണ്ട എന്ന്? അത് ഹോളി സ്പിരിറ്റാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഇങ്ങനെ പറയുന്നത് രാവിലെ? എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം പോലും, എൻ്റെ പ്രിയപ്പെട്ടൊരു ബഹളവും ചാട്ടവും തുള്ളലും ഒന്നും അല്ല പരിശുദ്ധാത്മാവിൻ്റെ രീതി. നമ്മളിടുന്ന വസ്ത്രം പോലും, രാവിലെ ആരാധനയ്ക്ക് പോവുക, അല്ലെങ്കിൽ ചന്തയിൽ പോവുക, മാർക്കറ്റിൽ പോവുക, രാവിലെ അലമാരിയിൽ നിന്നൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഇത് നിനക്ക് പറ്റിയതല്ല, എന്നോട് പണങ്ങല്ലേ, ഇത് നിനക്ക് പറ്റിയതല്ല, ഈ വസ്ത്രം നിനക്ക് കൊള്ളാം. ഇതാര് പറയും? ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരുന്നവൻ മുടി നീട്ടി വളർത്തി അതിൽ കുറച്ച് സ്പ്രിങ്ങൊക്കെ ഇട്ട് അത് പെണ്ണുങ്ങളിടുന്ന പുഴുവൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ഒരുത്തൻ വർഷിപ്പ് ചെയ്യുക, ഭയങ്കര ബഹളമാണ്, സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും, തീ കത്തട്ടെ, ഉണർവ് കത്തട്ടെ. ഞാൻ നോക്കിയപ്പോൾ കൈതയുടെ മൂട് പോലെ എന്ത് ചെയ്യുക, തലയിൽ കൈതയില്ലേ, കൈതച്ചക്കയുടെ മണ്ടേ മുള്ളിരിക്കുന്നില്ലേ, തലയിൽ ഇങ്ങനെ മുള്ളു പോലെ മുടിയിരിക്കുക. എന്നറിയോ, പെണ്ണുങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പുഴുവെന്ന് സാധനമുണ്ട്. ഹല്ലേലൂയ. അയ്യത്തിടക്കുന്ന പുഴുവിൻ്റെ കാര്യമല്ല, ഇത് എടുത്തിട്ടിരിക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ കിടന്ന് ചാട്ടമാണ്. ഇപ്പം കത്ത്, ഇപ്പം വിടുതല്ല, ആത്മസാന്നിധ്യം, മറ്റേയാ മറിച്ചയാ. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പോടാ പിശാച് എന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചാൽ അങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. പിശാച് ബാധിച്ച നേരെയോ ചിലത് വസ്ത്രം പോലും ഇടത്തില്ല. 6000 ലഗ്യോൻ ബാധിച്ചവന് വസ്ത്രം പോലും ഇല്ലായിരുന്നു. അപ്പം നന്നായി വസ്ത്രം ധരിക്കാത്ത ആരാ? പിശാച. കൂടുതൽ ഇടുന്നതും പിശാച.
ഹല്ലേലൂയ. മാന്യമായ വസ്ത്രം ധരിക്കും. പരിശുദ്ധാത്മാവ് ഒരുവന് വസിച്ചാൽ അവൻ മാന്യനായിരിക്കും. നന്നായി കണ്ടാൽ അറിയാം. ഹല്ലേലൂയ. അവൻ്റെ നടപ്പ് കണ്ടാലറിയാം, അവൻ്റെ രീതി കണ്ടാലറിയാം. അവൻ നന്നായി മുടിയൊക്കെ വെട്ടി ആമേൻ മീശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി. ഹല്ലേലൂയ, സ്തോത്രം. ആ നടപ്പ്, അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാകാൻ, ചിലപ്പോൾ ലൈവിലൊക്കെ ഞാനിത് പറയുന്നത് കേൾക്കുന്നവരുണ്ടാകും. എനിക്കെതിരെ ഗുസ്തി ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ കാണും. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. ഹല്ലേലൂയ. എങ്ങനെയും ഏണേകോണെ പോകുന്നതല്ല ആത്മസാന്നിധ്യം എന്ന് പറയുന്നത്. യഥാർത്ഥ പരിശുദ്ധാത്മാവാണെങ്കിൽ അവനെ കണ്ടാൽ അറിയാം. സ്തോത്രം പറ. പരിശുദ്ധാത്മാവ് ഇതിനൊക്കെ, അല്ലാതെ പാട്ട് പാടിയിട്ട് പെന്തക്കോസുകാർ കാണിക്കുന്നു രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കാൻ അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നത് സുബോധം തരുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനാണോ എഴുതിയേക്കുന്നത്? അങ്ങനാണോ വെച്ചാ സുബോധത്തിൻ്റെ എവിടെയാ സുബോധം? നമ്മുടെ അന്തരങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തോ തരുന്നു? സുബോധം തരുന്നു. ഒരു സ്വത്രം പറഞ്ഞേ. അപ്പോൾ പരിശുദ്ധാത്മാവുള്ളവന് എന്തോ കിട്ടും? സുബോധം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ്റെ മേൽ വന്ന് വസിച്ചപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം വന്നപ്പോഴവൻ പറഞ്ഞത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും. ദൈവസഭ എന്ന് പറയുന്നത്, ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത് സുബോധത്തിൻ്റെ ആത്മാവ് ബാധിച്ചതാണ്. സുബോധം വരണം. സുബോധത്തിൻ്റെ ആത്മാവ്. സുബോധം വന്നപ്പോഴാ മകൻ പറഞ്ഞത്, അപ്പാ ഞാൻ നിന്നോട് മാത്രമല്ല. അങ്ങനെയാണോ പറഞ്ഞേ? നിന്നോട് മാത്രമല്ല, ഞാൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ആരോടും കൂടെയാ? സ്വർഗത്തോടും കൂടെയാ ഞാൻ തെറ്റ് ചെയ്തേ. അതുകൊണ്ട് ഞാൻ ഈ അപ്പ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് സുബോധം വന്നപ്പോഴോ. സുബോധം ഇല്ലാത്തവൻ എവിടെയായിരുന്നു കിടന്നേ? കുറേ പണം കൊണ്ട് പോയിട്ട് ദൂർത്തടിച്ചു. അന്നേരം കൂട്ടുകാരുണ്ടായിരുന്നു, വെള്ളമടിക്കാനും പുകവലിക്കാനും വ്യഭിചാരം ചെയ്യാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സുബോധമില്ലായ്മേല. ഹല്ലേലൂയ. പക്ഷെ സുബോധം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ പറഞ്ഞപ്പാ ഞാൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അങ്ങയോടും മാത്രമല്ല, ഞാൻ സ്വർഗത്തോടും എന്ത് ചെയ്യുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ കാണിക്കുന്ന ഈ ഷോയും ഫാഷൻ ഷോയും ഒക്കെ മനുഷ്യരോട് മാത്രമല്ല, ആരോടൊക്കെയാ? ദൈവത്തോടും എന്ത് ചെയ്യുന്നുണ്ട്? പാപം ചെയ്യുന്നുണ്ട്. ദൈവം നോക്കുന്നത് അവിടെയാണ്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്തേ. അപ്പോൾ സുബോധം വരുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുമെന്ന്. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. 3-ാം അധ്യായത്തിൽ ആ പരിശുദ്ധാത്മാവ് കൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? മുടന്തനായ വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ അധ്യായങ്ങളിൽ മുഴുവനും വ്യാപരിച്ചു. ആമേൻ. 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ ശൗല് മാനസാന്തരപ്പെടുന്നു. അവൻ്റെ മേൽ അനനിയാസ് കൈവയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. നോക്കിക്കേ, 9-ാം അധ്യായത്തിൽ പറയുകയാണ്, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എങ്ങനെ പ്രാപിച്ചേ? മേൽക്കുമേൽ. ഇന്ന് പറഞ്ഞ അന്യഭാഷയല്ല, നാളെ അതിലും മേളി പറയണം. ഇന്ന് പ്രാർത്ഥിച്ചതുപോലെ അല്ല, അതിനപ്പുറം പ്രാർത്ഥിക്കണം. ആമേൻ. രക്ഷിക്കപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതി കൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. പുതിയ പ്രാർത്ഥനകൾ, പുതിയ വാക്കുകൾ, പുതിയ ബന്ധങ്ങൾ കർത്താവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. പൗലോസ് മേൽക്കുമേൽ എന്തോ പ്രാപിച്ചു? ശക്തി പ്രാപിച്ചു. കരമുയർത്തി സ്തോത്രം ചെയ്തേ. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ആമേൻ. അങ്ങനെ ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. 13-ാമത്തെ അധ്യായത്തിൽ ദൈവം അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. അങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസ് 18-ാമത്തെ അധ്യായത്തിൽ വായിച്ച കുറിവാക്യം അവിടെയാണ്. 18-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അതേന വിട്ട് കൊരിന്ത്യ പട്ടണത്തിൽ ചെല്ലുകയാണ്. എന്നെ കേൾക്കണേ, അവിടെ ആ ഭാഗം ഒന്ന് പറഞ്ഞ് ആ ദൂതിലേക്ക് ഞാൻ കയറാം. മനസ്സിലാവുന്നുണ്ടോ? അതേന വിട്ട് അതേന പട്ടണത്തിൽ നിന്ന് കൊരിന്ത്യ പട്ടണത്തിലേക്ക് പൗലോസ് വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം.
കൊരിന്ത്യ പട്ടണത്തിലേക്ക് പൗലോസ് വന്നപ്പോൾ അവിടെ ഒരു നിയമം പുറപ്പെടുവിച്ചു. യഹൂദന്മാരായിരിക്കുന്ന എല്ലാവരും ഈ റോമാ പട്ടണം വിട്ട് എന്ത് ചെയ്യണം? പോകണം. റോമാ നഗരം വിട്ട് യഹൂദന്മാരായ എല്ലാവരും പോകണമെന്നൊരു നിയമം പുറപ്പെടുവിച്ചപ്പോൾ പൗലോസ് അവിടെ യഹൂദനായിരിക്കുന്ന അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിൽ ചെന്നെത്തി. അവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, ജോലി ഒന്നായതുകൊണ്ട്, ഒരു ജോലി ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസിന് എന്തുണ്ട്? ഒരു ജോലിയുണ്ട്. ജോലി ചെയ്താ പൗലോസ് മിഷണറി യാത്ര ചെയ്ത്. ആ ജോലി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി ജോലിയൊന്നും അല്ല, കൂടാരപ്പണിയാണ് ചെയ്യുന്നത്. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവരുടെ അടുക്ക ചെന്ന് തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ എന്ത് ചെയ്തു? പാർത്തു. ആരുടെ കൂടെ? അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെ കൂടെ പാർത്തു. അവർ ഒരുമിച്ച് പാർത്ത് ഒരു ജോലി ആയതുകൊണ്ട്, ഒരു തൊഴിലായതുകൊണ്ട് ഒരുമിച്ച് പൗലോസും ചേർന്ന് ജോലി എന്ത് ചെയ്ത് അവരെന്ത് ചെയ്തു? ഒരുമിച്ച് വേല ചെയ്ത്. അടുത്തത് അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ചെയ്തു പോന്നു തൊഴിൽ കൂടാരപ്പണിയായിരുന്നു എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും ജോലി എന്താ? കൂടാരപ്പണി. കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വീടിനകത്തിരുന്നു കൊണ്ട് കൈത്തിരി എന്തോ പറയുന്നത്, ഈ കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ ജോലികൾ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുക. ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ കയർ കമ്പനിയുണ്ട്, അത് ചവിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി. അപ്പോൾ കമ്പനിയിൽ പോയി കയറ് വാങ്ങി എടുത്തുകൊണ്ട് വന്നിട്ട് കമ്പനിക്ക് വേണ്ടി വീട്ടിൽ ഇരുന്ന് ചെയ്തു കൊടുക്കുന്ന ആളുകളെ എനിക്കറിയാം. എന്നാൽ അതാണ് കൂടാരപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ കൂടാരപ്പണി ചെയ്ത തൊഴിലൊന്നാകൊണ്ട് അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും കൂടെ ഈ പൗലോസും കൂടാരപ്പണി ചെയ്ത് മുമ്പോട്ട് പോകുകയാണ്. അപ്പോൾ തന്നെ ശബത്ത് തോറും അവർ പള്ളിയിൽ ചെല്ലുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഈ ശബത്ത് തോറും പള്ളിയിൽ ചെല്ലുക, അവിടെ ഉപദേശിക്കുക, അവിടെ ഉപദേശം പറയുക, വചനം പറയുക പൗലോസിൻ്റെ രീതിയായി വരുമ്പോൾ ശീലാസും തീമത്തിയോസും മക്കദോനിയിൽ നിന്ന് വന്ന് പൗലോസിൻ്റെ കൂടെ കൂടി, ശീലാസും തീമത്തിയോസും കൂടെ മക്കദോനിയയിൽ നിന്ന് വന്ന് പൗലോസിൻ്റെ കൂടെ കൂടി. പൗലോസിൻ്റെ കൂടെ കൂടിയപ്പോൾ അവർ മൂവരും ഒരുമിച്ച് അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും കൂടെ യേശു ദൈവമാണ്, യേശു ക്രിസ്തുവാണ് എന്ന് യഹൂദന്മാരുടെ ഇടയിൽ പൗലോസ് പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവർ അതിനെ എതിർത്തു. ആരാ എതിർത്ത്? യഹൂദന്മാർ യേശു ദൈവമാണെന്ന് പൗലോസ് പ്രസംഗിച്ച് പഠിപ്പിച്ചപ്പോൾ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും കൂടെ കൂടി കൂടാരപ്പണി ചെയ്ത് തൊഴിൽ ചെയ്തുകൊണ്ട് ശബത്ത് തോറും പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ യഹൂദന്മാർ അവർക്ക് എതിരായിട്ട് മാറി. അപ്പോൾ തന്നെ നിയമം കിടക്കുകയാണ്, റോമിൽ നിന്ന് യഹൂദന്മാർ എന്ത് ചെയ്യണം? പുറപ്പെട്ടു പോകണം. ഈ പട്ടണത്തിൽ ഒരു യഹൂദനും നിൽക്കാൻ പാടില്ലെന്ന് രേഖ എഴുതി വച്ചിരിക്കുകയാണ്. ആ സമയത്ത് ദൈവം തൻ്റെ വചനം പൗലോസിൽ കൂടെ കൊടുക്കുമ്പോൾ ഈ റോമിലുള്ള ഈ യഹൂദന്മാർ പൗലോസിനോടും ശീലാസിനോടും തീമത്തിയോസിനോടും എതിർപ്പ് കാട്ടിയപ്പോൾ പൗലോസ് അവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് വന്ന ഈ ഗതി നിങ്ങൾ തന്നെയാണ് കാരണം, ഞാൻ പോകുകയാന്ന് പറഞ്ഞു പൗലോസ് അവിടെ നിന്ന് പോക്ക് പോയി. പൗലോസ് ജാതികളുടെ ഇടയിൽ പോയി എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു. ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം പറഞ്ഞു. യഹൂദനും ജാതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? യഹൂദൻ്റെ അടുക്കൽ ചെന്ന് സുവിശേഷം സ്വന്തമായി വചനം പറയുന്നു, സ്വന്തമായവരിലേക്ക് അവൻ വന്നു, സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. പിന്നെയും രക്ഷിക്കാൻ വേണ്ടി പൗലോസിനെ ദൈവം അയക്കുന്നു. പക്ഷെ അവരെയും പൗലോസിനെയും കൈക്കൊള്ളാതെ എതിർത്തപ്പോൾ ജാതികളായി കിടന്നവരുടെ അടുക്കലേക്ക് പൗലോസ് പോകുകയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്ന കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ചേർത്ത് നമ്മെ ഒട്ടിച്ച് നമ്മളെ ക്രിസ്തു
ക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കി തീർത്തു. നമ്മൾ ജാതികളായിരുന്നു. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചത്, നമ്മൾ ജാതികളായിരുന്നു, നമ്മൾ പുറംപറമ്പി കിടന്നതായിരുന്നു, ആർക്കും വേണ്ടാത്തതായിരുന്നു. നമുക്ക് വേണ്ടിയല്ല യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ കൈക്കൊള്ളാതെ, സ്വന്തം ജനം കൈക്കൊള്ളാതെ ഇരുന്നപ്പോൾ കൃപയാൽ നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ചു. കരമുയർത്തി സ്തോത്രം പറയാമോ? അങ്ങനെങ്കിൽ ഇന്ന് പകൽ യഹൂദനെ രക്ഷിക്കാൻ പൗലോസ് അടുക്ക ചെല്ലുമ്പോൾ, യഹൂദനോട് പൗലോസ് സുവിശേഷം പറയുമ്പോൾ, യേശു ദൈവമാണെന്ന് പറയുമ്പോൾ യഹൂദൻ എതിർപ്പ് കാണിച്ചത് കാരണത്താൽ യഹൂദന്മാരെ വിട്ടു പൗലോസ് എന്ത് ചെയ്തു? ജാതികളുടെ കൂട്ടത്തിൽ പോകുകയെന്നും പറഞ്ഞൊരു പോക്കുപോയി. അടുത്ത ദൂതിലേക്ക് വരാം. ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ട് കാണിച്ച് മുമ്പോട്ട് വരുന്നേ. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ആമേൻ. അവിടം വിട്ട് 7-ാമത്തെ വാക്യത്തിൽ കാണുന്ന അവിടം വിട്ട് തീത്തോസ് എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് എവിടെയെന്നറിയാമോ? ഒരു പള്ളിയോട് ചേർന്നിരുന്ന സ്ഥലമായിരുന്നു. അവിടെ വന്നപ്പോൾ അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടായി, വലിയ പ്രതികൂലങ്ങൾ അവർക്ക് നേരെ ആഞ്ഞടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പൗലോസ് സ്വയം വിധി എഴുതി. യേശു ദൈവപുത്രനാണെന്നും ക്രിസ്തുവാണെന്നും പറഞ്ഞ കാരണത്താൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വന്നതായ പ്രതിസന്ധി നിമിത്തം പൗലോസിന് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പൗലോസ് തന്നെ വിധി എഴുതി വിട്ടുപോകാൻ ദേശത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കപ്പൽ കയറി പോകുവാനായി തുടങ്ങുമ്പോൾ സ്വർഗരാത്രിയിൽ പൗലോസിന് വെളിപ്പെടുന്നത്, നിൽക്കാൻ പറ്റത്തില്ലെന്ന് കാണുന്ന മേഖലകളിൽ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, നിന്നെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആമേൻ. സുവിശേഷത്തിൻ്റെ വാക്താവായ പൗലോസിനെ പട്ടണത്തിൽ നിർത്താതിരിക്കുക, പൗലോസിനെ പട്ടണത്തിൽ ഒതുക്കിക്കളയാൻ നോക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടരുത്, ആമേൻ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ഹല്ലേലൂയ. 50-ാമത്തെ വാക്യം, കുറിവാക്യം കേൾക്കൂ പ്രിയരെ. ആമേൻ. അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന പൗലോസ് ക്രിസ്തു ദൈവമാണ്, യേശു ദൈവ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്ത, ആമേൻ, പ്രതികൂലം അഴിച്ചുവിട്ട ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പൗലോസ് തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. ആമേൻ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ പൊന്നച്ച അവിടെ എനിക്ക് മനസ്സിലായത്, ആമേൻ, ദൂതനെ ഇറക്കിയെന്നല്ല. ചില ഭാഗങ്ങളൊക്കെ ദൈവം ദൂതനെ ഇറക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൂതന്മാരെ ഇറക്കി കർത്താവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൂതന്മാരെന്ന് പറയുന്നത് കർത്താവിൻ്റെ സേവകാത്മാക്കളാണല്ലോ. ആമേൻ. അപ്പോൾ ദൂതന്മാരെ ഇറക്കി വിട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളിലും ദൂതന്മാരിറങ്ങി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ കല്ലറ പോലും ആമേൻ കല്ലുരുട്ടി മാറ്റിയത് ആരാണ്? മത്തായി സുവിശേഷം 28-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി, ആ കല്ലിന്മേൽ ആ ദൂതൻ ഇരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ദൈവം സാക്ഷാൽ ഇറങ്ങി വന്നല്ല അമ്മ ഇടപെട്ടത്. പക്ഷേ ഇവിടെ പൗലോസിൻ്റെ മുമ്പിൽ നോക്കിക്കേ, അന്ന് രാത്രിയിൽ ദൂതനല്ല ഇറങ്ങിയത്, കർത്താവ് തന്നെ ദർശനത്തിൽ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവം ഇടപെടുത്ത് ദൈവം തന്നെ ഇടപെടും. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ കാര്യത്തിൽ ദൈവം തന്നെ ഇടപെടേണ്ടടുത്ത് ദൂതനെ അല്ല, ഇന്ന് പകൽക്കാലം ഏതോ ദൈവദാസനെ അല്ല, ഏതോ പ്രാർത്ഥിക്കുന്നവനെ അല്ല നിന്റെ വീട്ടിൽ അയക്കുന്നത്, ദൈവം തന്നെ നിന്റെ വിഷയത്തിൽ ഇറങ്ങി വരുന്ന പകല്. വിശ്വസിക്കുന്നവന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽക്കാലം നീ കരയുന്ന വിഷയം, ഈ ഏങ്ങലടിക്കുന്ന വിഷയം, വീടിനകത്ത് സ്വസ്ഥതയില്ല, ഭാര്യയുടെ ഭാഗത്തുനിന്നൊരു സമാധാനമില്ല, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നൊരു വിടുതലില്ല, കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നൊരു വിടുതലില്ല, ജീവിതത്തിൽ പല നിരാശ അനുഭവിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. ശുടരവന കരമടിച്ച് സ്തോത്രം ചെയ്യ്. ആമേൻ. ദൈവം ഇടപെടേണ്ടടുത്ത് ദൈവം തന്നെ ഇടപെടും. ദൂതനല്ല, മറ്റൊരാളെ അല്ല ദൈവം ഇറക്കുന്നേ, ദൈവം തന്നെ ഇടപെടും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഏലിയാവ് എന്ന് പറയുന്നൊരു വ്യക്തി ചൂരച്ചയുടെ ചവിട്ടി കിടന്ന് അട്ട ചുരുണ്ട് കിടന്നിട്ട് പറഞ്ഞു, ദൈവമേ മതി, എന്നെ അങ്ങ് എടുത്തോണേ എന്ന്. ദൈവത്തിന് മനസ്സിലായി, ഞാൻ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല, ഒരു ദൂതനെ അങ്ങ് വിട്ടാൽ മതി.
പക്ഷെ പത്രോസിൻ്റെ വിഷയം പൗലോസിൻ്റെ വിഷയം അതല്ല. പൗലോസ് വേല നിർത്തി പോകാൻ പോവാ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഇതൊരു ദൈവിക ദൂതാണ്. ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാ പറയുന്ന ദൂതാണ്. വേല നിർത്തി പോകാൻ തുടങ്ങുമ്പോൾ രാത്രി കർത്താവ് തന്നെ ഇറങ്ങി വന്ന് പറയുക, വേണ്ട, എൻ്റെ പ്രസംഗം നിർത്തരുത്, ഭയപ്പെടരുത്. അവിടെ 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഈ പട്ടണത്തിൽ, ഒരിക്കൽ കൂടെ പറയാ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, ഭയപ്പെടരുതെന്ന്. ഈ വെള്ളിയാഴ്ച പകൽ ഈ ദൂതറ്റെടുക്കുന്ന സഹോദരിമാരോട് സഹോദരന്മാരോട്, ഈ സൂമിലൂടെ മറ്റ് മീഡിയയിൽ കൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനത്തോട് ഞാൻ ഇന്ന് പകൽക്കാലം ദൂത് പറയുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. ദൈവം തന്നെ നിന്റെ വിഷയത്തിൽ ഇടപെടും. ഇന്ന് പകൽക്കാലം സ്വർഗം തന്നെ ഇറങ്ങുന്ന പകലാണ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ആരാധിക്കട്ടെ. യഹൂദനെ രക്ഷിക്കാൻ വേണ്ടി പൗലോസ് സുവിശേഷവുമായി ചെല്ലുമ്പോൾ യഹൂദന് എതിരായി നിന്നപ്പോൾ, എതിർപ്പ് കാണിച്ചപ്പോൾ, അവിടെ കാണുന്നു പത്രോസ് അവൻ്റെ ഉടുപ്പ് കുടഞ്ഞിട്ടു എന്നാണ്. ഹല്ലേലൂയ. വസ്ത്രം കുടഞ്ഞു. 6ാം വാക്യത്തിൽ കിടപ്പുണ്ട്, എടുക്കണ്ട. വസ്ത്രം കുടഞ്ഞിട്ടു. എതിർപ്പ് വന്നപ്പോൾ വസ്ത്രം എന്ത് ചെയ്തു? കുടഞ്ഞിട്ടു. കർത്താവ് തന്നെ, യേശു കർത്താവ് തന്നെ സുവിശേഷത്തിൽ അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സമാധാനപ്രിയൻ ഉണ്ടെങ്കിൽ അവനോട് നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനമെന്ന് പറയണം. ആ സമാധാനം അവൻ എന്ത് ചെയ്യും? കിട്ടും. ഇല്ല, ഇനി സമാധാനം എന്ന് പറയാൻ ഒരാൾ അവിടെ ഇല്ലെങ്കിൽ, നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു വീട്ടിൽ ചെല്ലണം, ഒരു പട്ടണത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാലിലെ പൊടി, വായിച്ചിട്ടില്ലേ? നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിട്ടിട്ട് പോരുക. പിന്നെ അത് ന്യായവിധിക്ക് വേണ്ടി കർത്താവ് കാര്യങ്ങൾ ചെയ്തോളും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ യഹൂദന്മാർ എതിർപ്പും കാണിച്ചപ്പോൾ പൗലോസ് വസ്ത്രം കുടഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. ശുശ്രൂഷ നിർത്താൻ പോവുകയാണ്. ഇവിടെ വിജയിക്കത്തില്ലെന്ന് പൗലോസിന് കാര്യം മനസ്സിലായി. ഇവിടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്ന് പൗലോസിന് മനസ്സിലായി. കഴിഞ്ഞ രാത്രി ഞാൻ ഈ പുസ്തകത്തിൽ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് ഈ വചനവുമായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് ഒരാൾ ഇന്ന് പകൽ ഏറ്റെടുക്കാനുണ്ടെങ്കിൽ ഈ വിജയം ശുശ്രൂഷയിൽ ഈ വചനം കത്തും. ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറാം. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. എതിർപ്പ് നിമിത്തം ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഇനി മുമ്പോട്ട് പോകില്ലെന്ന് വിധി എഴുതി, സ്വയം വിധി എഴുതി നിർത്താൻ തുടങ്ങുമ്പോഴാണ് ആമേൻ ഇനി ഇവിടുന്ന് വേറെ ഏതെങ്കിലും പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിച്ച് നിന്ന പൗലോസിനെ അവിടെ 11ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 1 വർഷവും 6 മാസവും പൗലോസ് അവിടെ നിന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് പാക്ക് ചെയ്ത് പോകുക എന്ന് പറഞ്ഞ പൗലോസിനെ ദൈവം 1.5 വർഷം നിർത്തി. ഈ ദൂത് വേറൊരു ലെവലിൽ കയറുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിർത്തിപ്പോകാൻ നോക്കുന്ന മണ്ഡലത്തിൽ നിർത്തുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൂത് പറ. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൂത് പറയുകയാ. ഇന്ന് പകൽ ഏതോ മേഖലകളിൽ ഭയപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കൈമാറുകയാ. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. അതാണ് ദൈവിക ദൂത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അവിടെ കാണുകയാണ് ഈ പ്രതിസന്ധികൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്ന് നിർത്താൻ തുടങ്ങുമ്പോൾ, ശുശ്രൂഷ അവസാനിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസിനോട് ദൈവം തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് വെളിപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞേ, കർത്താവ് നേരിട്ട് കർത്താവ് ഇടപെടേണ്ട വിഷയമാണോ? കർത്താവ് ഇറങ്ങും കേട്ടോ. അതിനെ റെന്നിപ്പാസ്റ്റെ അയച്ചിട്ട് കാര്യമില്ല, ദൂതന്മാരെ അയച്ചിട്ട് കാര്യമില്ല. കർത്താവ് തന്നെ നിൻ്റെ വിഷയത്തിൽ ഇടപെടും. സ്തോത്രം പറ, സ്തോത്രം പറ. ചിലപ്പോൾ നീ ഒരു ദൈവദാസനെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നിൻ്റെ അടുക്ക എത്തിയില്ലെങ്കിൽ ഭാരപ്പെടരുത്. ഇന്നയാൾ പ്രാർത്ഥിച്ചാൽ നല്ലതെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രതീക്ഷിച്ചവർ നിനക്കെതിരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്.
അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. നിന്റെ വിഷയത്തിൽ കർത്താവ് തന്നെ ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. നിന്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ കർത്താവ് തന്നെ ഒന്ന് ഇറങ്ങാൻ പോവുക. നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ കർത്താവ് തന്നെ ഒന്ന് ഇറങ്ങാൻ പോവുക. നിന്റെ കുടുംബജീവിതത്തിൻ്റെ വിഷയത്തിൽ കർത്താവ് തന്നെ ഒന്ന് ഇറങ്ങാൻ പോകുക. ഇന്നു പകൽ പൗലോസിൻ്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങിയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിലതിനോട് ആത്മമണ്ഡലത്തിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. സ്വർഗം തന്നെ ഇന്നു പകൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന പകലാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? ജോളി ആൻറ്റി, പരിശുദ്ധാത്മാവിയും ഞാൻ പറയുകയാണ്, കർത്താവ് തന്നെ നിന്റെ വിഷയത്തിൽ വെളിപ്പെടാൻ പോകുക. ആമേൻ. ഒരു മനുഷ്യനുമല്ല, നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കാണ്, എന്നും ഒറ്റയ്ക്ക, വീട്ടിലും ഒറ്റയ്ക്ക, പള്ളിയിലും ഒറ്റയ്ക്ക, സമൂഹത്തിലും ഒറ്റയ്ക്ക. പക്ഷെ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങുന്ന പകലാണെന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. പൗലോസ് സുല്ലിട്ട് പോകാൻ തുടങ്ങുന്ന പട്ടണത്തിൽ ജീസസ് കർത്താവ് ഇറങ്ങി. കർത്താവ് അങ്ങനെ ഇറങ്ങും. പൗലോസിൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. കപ്പൽ മുങ്ങി, കപ്പൽ ഛേദം വരാൻ നേരത്ത് എല്ലാവരും തീരുമെന്ന് പറഞ്ഞപ്പോൾ മാലൂമിയുടെ വാക്കും കപ്പൽ താൻ്റെ വാക്കും ഒക്കെ പ്രതികൂലമായി നിന്നപ്പോൾ ഏറിയ നാളുകൾ ചന്ദ്രനെയോ സൂര്യനെയോ കാണാതെ ഇവരാഴക്കടലിൽ കിടക്കുമ്പോൾ അവിടെ എഴുതിയിട്ടില്ലേ, ഞാൻ സേവിച്ചു നിൽക്കുന്നതിന് എൻ്റെ ഉടമസ്ഥനുമായ എൻ്റെ ദൈവം, പൗലോസ് പറഞ്ഞു കേട്ടോ, എൻ്റെ ദൈവം ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൂത് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ദൈവം തന്നെ വിഷയത്തിൽ ഇറങ്ങിയാൽ നീ തകരുന്നെന്ന് കാണുമ്പോൾ കർത്താവ് ഏജൻസി അയച്ചല്ല നിന്നെ വിടുവിക്കുന്നേ. ഇന്ന് പകൽ തമ്പുരാൻ തന്നെ നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുന്ന പകല് ഉടരവര നിന്റെ വിഷയത്തിൻ്റെ നീ മുങ്ങിപ്പോകുന്ന കപ്പലിൻ്റെ വിഷയത്തിൻ്റെ നീ മുങ്ങിപ്പോകുന്ന കുടുംബജീവിതത്തിൻ്റെ വിഷയത്തിൻ്റെ ഇന്ന് പകൽക്കാല സ്വർഗം തന്നെ ഇറങ്ങി നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തുക മതിയായ ദൈവമാണെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ദൂത് പറഞ്ഞ എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ ആരാധിക്കാൻ കഴിയോ? ഹല്ലേലൂയ. വാസ്തവത്തിൽ ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയം അതൊന്നുമല്ല. പ്രസംഗിക്കാൻ വന്ന വിഷയം മറ്റൊന്നാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം നിർത്തുക, പരിപാടി അവസാനിപ്പിക്കുക. യഹൂദന്മാരാരും അവനെ എന്ത് ചെയ്യുന്നില്ല, കൈക്കൊള്ളുന്നില്ല. പള്ളി ചെന്ന് പറഞ്ഞിട്ട് പോലും ഒരു രക്ഷയില്ല. ഞാൻ പോകുക എന്ന് പറഞ്ഞ് ജാതികളുടെ ഇടയിലേക്ക് ഞാൻ പോവുക, നിനക്കൊക്കെ മലയാളത്തിൽ പറഞ്ഞ നിനക്കൊക്കെ വേണ്ടെങ്കിൽ എനിക്ക് എന്നാ എന്ന രീതിയിൽ പൗലോസ് അവിടുന്ന് ഇറങ്ങിപ്പോകുകയാണ്. പക്ഷെ തീത്തോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ രാത്രി സ്വർഗം ഇറങ്ങി. എന്നിട്ട് സ്വർഗം പറഞ്ഞതാണ് നാം വായിച്ച കുറിവാക്യം. അവിടെ വായിക്കുകയാണ്, രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് ഒന്ന് നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടാതെ പ്രസംഗിക്കുക. എങ്ങനെ പ്രസംഗിക്കണം? ഭയപ്പെടാതെ പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ആരെ എന്ത് ചെയ്യരുത്, ഭയക്കരുത്. ഭയപ്പെടാതെ പ്രസംഗിക്കുക. 2, മിണ്ടാതിരിക്കരുത്. അവരങ്ങനെയൊക്കെ ആണല്ലോ, എന്നാൽ ഞാനൊന്നും മിണ്ടുന്നില്ല. അല്ല, മിണ്ടാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ യഹൂദൻ എന്നെ കൈക്കൊള്ളുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇനി യേശുവിനെ പറ്റി ഞാൻ പറയുന്നില്ല, യേശു ദൈവമാണെന്ന് പറയുന്നില്ല എന്ന് നീ എന്ത് ചെയ്യരുത്, പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? പറയരുത്. കർത്താവ് പറയുക, 1 ഭയപ്പെടാതെ നീ എന്ത് ചെയ്യുക, പ്രസംഗിക്കുക. 2 മിണ്ടാതെ ഇരിക്കരുത്. അടുത്തത്, അതാണ് എൻ്റെ പ്രസംഗ വിഷയം. സത്യത്തിൽ ഞാനത് പ്രസംഗിക്കാൻ വേണ്ടിയാണ് വന്നേ. നമ്മോടുകൂടി ഇരിക്കുന്ന കർത്താവിനെ പറ്റി പ്രസംഗിക്കാൻ ഇവിടെ വന്നത്. പക്ഷെ ദൈവാത്മാവ് എന്നെ ഈ ലെവലിൽ കൊണ്ടുപോയി. ഇവിടെ വായിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ഒരു ആമേൻ പറയാമോ? നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. 2 മിണ്ടാതെ ഇരിക്കരുത്. 2 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. കർത്താവ് നേരിട്ട് ഇറങ്ങിയിട്ട് പറയുക. ഇവിടെ പൗലോസ് ഭയപ്പെട്ടിരിക്കുക, യഹൂദന്മാരെ പേടിച്ചിരിക്കുക, എതിർപ്പ് ഭയങ്കരമായി. അതുകൊണ്ട് പ്രസംഗമൊക്കെ നിർത്തിവെച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേ കർത്താവ് ഇറങ്ങി വന്ന് പറയുന്നേ, എടാ കുഞ്ഞെ,
നീ ഭയപ്പെടാതെ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ടോ? ഭയപ്പെടാതെ പ്രസംഗിക്കണം. അടുത്തത്, നീ മിണ്ടാതിരിക്കരുത്. അടുത്തത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുക എത്ര പേരുണ്ട്? നിന്നോട് കൂടെ കർത്താവുണ്ട്. എൻ്റെ സഹോദരി, നിൻ്റെ കൂടെ കർത്താവുണ്ട്. ഇത് റെന്നി പാസ്റ്റർ പറഞ്ഞതല്ല, വേദപുസ്തകത്തിനകത്ത് നിനക്കു വേണ്ടി കാലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ച, നീ ജനിക്കുന്നതിന് മുമ്പ്, നിൻ്റെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പ്, നിൻ്റെ സഹോദരങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എഴുതി വെച്ച, നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പേ നിനക്ക് വേണ്ടി എഴുതി വെച്ച വചനമാണ് ഭയപ്പെടരുതെന്ന്. കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഇത് ദൂതൻ വന്ന് പറഞ്ഞതല്ല, ഇത് ഏതെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല, ഇത് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് പറയുകയാ, ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക എത്ര പേരുണ്ട്? കൂടെയുള്ളൊരു ദൈവമുണ്ട്, കൈവിടാത്തൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയിരിക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നിരിക്കും. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ, ആമേൻ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇതൊക്കെ ഭയങ്കര അത്ഭുതകരമായ കാര്യങ്ങളാണ്. ദൈവം അവരെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ഫേവറിങ് അവർ അനുഭവിച്ചറിഞ്ഞു കൂടെ നടന്നപ്പോൾ. എന്നാൽ ഇവിടെ ദൈവത്തോട് കൂടെ നടന്നവരെ പറ്റി അല്ല പറയുന്നേ, ഹാനോക്കിനെ പറ്റി അല്ല പറയുന്നേ, ആമേൻ, നോഹയെപ്പറ്റി അല്ല പറയുന്നേ. അവർ ദൈവത്തോട് കൂടെ നടന്നെന്നാണ് വായിക്കുന്നേ. എന്നാൽ ഇന്ന് പകൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെ നടക്കുന്നെന്ന്. ഹലോ, എത്രയൊക്കെ സന്തോഷമുണ്ട്. നീ ഒറ്റയ്ക്കല്ലെന്ന് അതിനർത്ഥം. ഹല്ലേലൂയ. കൂടെ നടക്കാൻ ആരും കാണില്ല, ഭർത്താവ് കാണില്ല, മക്കൾ കാണില്ല, വീട്ടുകാർ കാണില്ല, പള്ളിക്കാർ കാണില്ല, ചിലപ്പോൾ ഉപദേശി പോലും കൂടെ നടക്കാൻ കണ്ടു കാണില്ല. പക്ഷേ ഇന്ന് പക കൂടെ നടക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. അവൻ എൻ്റെ കൈക്ക് പിടി. വിശ്വസിക്കുന്ന സ്തോത്രം പറ. ഭയപ്പെടരുത്. ഇന്ന് പക കൂടെ നടക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നോക്കി ദൂത് പറയുകയാ. നെയ്തലിപ്പടി സഭയോട്, ഇവിടെ ആരാധിക്കുന്ന ജനത്തോട്, ഈ സൂമിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, മീഡിയയിൽ കേൾക്കുന്ന ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാ, നിന്റെ കൂടെ കർത്താവുണ്ട്. ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ആരൊക്കെ പ്രതികൂലമായാലോ, ആരൊക്കെ പ്രതിസന്ധി അഴിച്ചുവിട്ടാലോ, നിന്റെ ശുശ്രൂഷ നേരെ, നിന്റെ കുടുംബജീവിതത്തിന് നേരെ, നിന്റെ ഭാവിക്ക് നേരെ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്വർഗം ദയ പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. കരമടിച്ച് സ്തോത്രം ചെയ്യ്. കൂടെ ഇരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ എത്രക്ക് പറയാൻ കഴിയോ? എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കൊന്നു DL മൂഡിയാണെന്ന് തോന്നുന്നു. DL മൂഡിയാണോ സാധു സുന്ദർ സിംഗ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ആരുമാകട്ടെ, ആ ക്രിസ്തുഭക്തൻ ഒരു കടൽ തിട്ടക്കുടുങ്ങി നടന്നു പോകുമ്പോൾ ഒരാൾ നടക്കുമ്പോൾ എത്ര കാൽപാദം കാണും? 2 അല്ലേ? പക്ഷേ ആ ഭക്തൻ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് 2 കാൽപാദം ഇങ്ങനെ വരുന്നുണ്ട്. ആരാണ് ഒരു പിടിയില്ല, ആ വ്യക്തിയെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഭക്തൻ നടക്കും തോറും ആ 2 കാൽപാദം കൂടെ നടന്നിങ്ങനെ വരുന്നുണ്ട്. ആ മണ്ണിൽ ഇങ്ങനെ അതിങ്ങനെ പ്രസ് ചെയ്ത് വരുന്ന കാണാം. കുറേ കഴിഞ്ഞപ്പോൾ തിരമാലകളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അടുക്കാറായപ്പോൾ ആ കൂടെ നടന്ന 2 ആ കാൽപാദം കാണുന്നില്ല. ഹല്ലേലൂയ. ആ സമയത്ത് ആ ഭക്തൻ ചോദിച്ചത് ഇങ്ങനെയാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആരാണെന്ന് ഓർക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ ദൈവമേ, ഇവിടെ വരെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നു, ആ കാൽപാദം ഞാൻ കാണുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ ഈ പ്രതിസന്ധി വന്നപ്പോൾ, ഈ തിരമാല വന്നപ്പോൾ, ഈ വലിയ അപകടം നിറഞ്ഞ ദുർഘടം നിറഞ്ഞ ഈ പൊസിഷൻ, ഈ സ്ഥലത്ത്, ഈ പ്ലേസിൽ ഞാൻ എത്തിയപ്പോൾ എന്താണ് നീ എന്നെ വിട്ടുപോയത് എന്ന് ഇപ്പോൾ 2 കാൽപാദം മാത്രമേ ഞാൻ കാണുന്നുള്ളല്ലോ, ബാക്കി 2 ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ഭക്തൻ പറഞ്ഞപ്പോൾ ദൈവനോട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞെ, ഇപ്പോൾ നീ കാണുന്ന കാൽപാദം അത് നിൻ്റെ അല്ല, അത് എൻ്റേതാ. അപ്പോൾ എൻ്റേത് എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ നിന്നെ വഹിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. ഇന്ന് പകൽക്കാലം വഹിക്കുന്നൊരു ദൈവമുണ്ട്, എടുത്ത് തോളിൽ വെക്കുന്നൊരു ദൈവമുണ്ട് ഇന്ന് പകൽ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇന്ന് പകൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു സർജറിക്ക് നീ വിധേയപ്പെടത്തില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ നിൻ്റെ ഭവനത്തിൻ്റെ പണി നടന്നിരിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ നിൻ്റെ തലമുറ വിടുവിക്കപ്പെട്ടിരിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തിയിരിക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ചില റിസൾട്ടുകൾ കാണും. അത് വിശ്വസിക്കുന്നവർ ആത്മാവി സ്തോത്രം ചെയ്യട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയും, ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ ചുമ്മാതങ്ങ് ആമ എന്തെങ്കിലും പറഞ്ഞ് കാറിക്കൂവല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറയുന്നത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിങ്ങളെ തോളിൽ വഹിക്കത്തക്ക നിലയിൽ അവൻ നിന്റെ കൂടെ നടക്കുകയാണ്. ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ആമേൻ, നമുക്കറിയാം, ഒരിക്കൽ ശൗലിൽ ദുരാത്മാവ് കയറിയപ്പോൾ ദാവീദിനെ കൊല്ലുവാനായി കുന്തം കൊണ്ട് പല പ്രാവശ്യം എറിയുമായിരുന്നു. എല്ലാം ചെന്ന് ഭിത്തിയെ ചെന്നറിക്കല്ലാതെ ദാവീദിൻ്റെ തലയിൽ കൊണ്ടില്ല. അവസാനം ആ പട്ടണത്തിലൊരു പാട്ടും കൂടെ വന്നു. ദാവീദ് 10,000 കൊന്നു, ശൗല് 1000 കൊന്നു എന്നും പറഞ്ഞ് ഒരു പാട്ടും കൂടെ ആമ കേട്ടു. ഇത് കേട്ടപ്പോൾ ശൗലിന് ഇതിരിക്കാൻ തോന്നിയില്ല. എടാ, എൻ്റെ അടുക്കൽ എൻ്റെ പട്ടണത്തിൽ വന്ന് ദാവീദ് വിജയാളിയാണെന്നും പറഞ്ഞ് ഇവിടുത്തെ യെരുശലേം പുത്രിമാരൊക്കെ പാടി നടക്കുന്ന കേട്ടപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ദാവീദിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, കൊന്നുകളയണം. ദാവീദിനെ കൊല്ലുവാനായി കുന്തവും പരിചയവുമായി വാളും ആമയുമായിട്ടൊക്കെ ഇറങ്ങിത്തിരിച്ചു. ദാവീദ് ഈ വാർത്ത അറിഞ്ഞു മുന്നമേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. എന്നാൽ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, അദ്ദുല്ല ഗുഹ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പോയി വിശ്രമിക്കുമ്പോൾ ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറകെ വരികയാണ്. ദാവീദിനെ ശൗലിൻ്റെ കൈ കിട്ടിയാൽ, അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ കൈ കിട്ടിയാൽ ദാവീദിനെ വെട്ടിക്കൊല്ലും. അത്രയ്ക്ക് ദേഷ്യത്തോടെ കൊല്ലാൻ വേണ്ടി വരികയാണ്. പക്ഷേ ആ രാത്രിയിൽ ശൗലിനെയും കൂട്ടരെയും ദാവീദിൻ്റെ കയ്യിൽ ദൈവം കൊടുത്തു. ദൈവം കൂടെ ഇരുന്നു എന്നർത്ഥമാണ്. ആരെ കൊല്ലാനാ വന്നേ? ദാവീദിനെ കൊല്ലാൻ വന്ന. പക്ഷേ ആ രാത്രിയിൽ ആമേൻ നോക്കുമ്പോൾ ഒരു വശത്ത് ആ ഗുഹയ്ക്കകത്ത് ഒരു വശത്ത് ദാവീദും കൂട്ടരും കിടന്ന് വിശ്രമിക്കുമ്പോൾ മറുവശത്ത് ശൗലും കൂട്ടരും ദാവീദിൻ്റെ കൂടെയുള്ളവർ വന്നു പറഞ്ഞു, യജമാനനെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ദാവീദിൻ്റെ കൂടെയുള്ളവർ വന്ന് പറയുക, യജമാനനെ നിന്നെ കൊല്ലുവാനായി തീർത്ത് കളയാൻ വന്നവർ ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്, തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു. തീർത്തേക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞേക്കട്ടെ. പക്ഷേ ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, ആമേൻ, വേണ്ട, ഒരിക്കൽ അവൻ്റെ മേൽ എന്ത് വീണതാ? അഭിഷേകം വീണതാ. ഒരിക്കൽ അഭിഷേകം വീണത്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, ഒരിക്കൽ വീണതാ. അതുകൊണ്ട് അവനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. ദൈവം ഉണ്ടെങ്കിൽ ശത്രുവിനെ ദാവീദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ദാവീദിനെ തീർത്ത് കളയാൻ വന്നവരുടെ കയ്യിൽ ദാവീദിനെ ഏൽപ്പിക്കാതെ ദാവീദിൻ്റെ കയ്യിൽ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ ദാവീദിന്റെ കൂടെ ആരുണ്ടായിരുന്നു? യഹോവ ഉണ്ടായിരുന്നു. ഇന്നു പകൽ നിന്റെ കൂടെ യഹോവ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഭയപ്പെടരുത്. ഈ സാഹചര്യത്തെ ഭയപ്പെടരുത്. ഈ വേദനയെ നീ ഭയപ്പെടരുത്. ഈ നിന്ദയെ നീ ഭയപ്പെടരുത്. ഈ അവസ്ഥയെ നീ ഭയപ്പെടരുത്. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കഷ്ടതയെ നീ ഭയപ്പെടരുത്. ഈ ജോലിയില്ലായ്മ, ദാരിദ്ര്യത്തെ നീ ഭയപ്പെടരുത്. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. വിശ്വസിക്കുന്ന കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് നീ തന്നെ പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് പറയണം. പ്രശ്നങ്ങൾ പൊങ്ങി വരുമ്പോൾ പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. വേദനകൾ പൊങ്ങി വരുമ്പോൾ പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. നിന്ദകൾ പൊങ്ങി വരുമ്പോൾ പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. കണ്ണുനീര് വരുമ്പോൾ പറയണം, ഇല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇത് ആമേൻ. ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്നപ്പോൾ ദൈവദാസൻ പറഞ്ഞതല്ല, എൻ്റെ കർത്താവ് നേരിട്ട് വന്നെന്നോട് പറഞ്ഞ ദൂതാണ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുക, നീ പ്രസംഗം നിർത്തരുത്, നീ ഭയപ്പെടരുത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്യം, ആരും നിന്നെ കയ്യേറ്റം ചെയ്യാതെ ദോഷവും വരുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല. യഹൂദന്മാർ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പൊ കർത്താവ് എന്ന് പറയുക, ആ ഭാഗം കൂടെ പറഞ്ഞു നിർത്താം, ശ്രദ്ധിച്ചേ. ആരും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, കയ്യേറ്റം ചെയ്ത്. സ്വതന്ത്രം ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആരും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, കയ്യേറ്റം. യഹൂദന്മാരെ പേടിച്ച് പൗലോസ് പേടിച്ച് നിൽക്കുക. ചിലപ്പോൾ ഇടിയെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ അടി കൊണ്ട ആളാ പൗലോസ്. ഇവിടെ എതിർപ്പ് വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ നിർത്തിപ്പോകാമെന്ന് പറഞ്ഞ പൗലോസിൻ്റെ അടുക്കല കർത്താവ് ഇറങ്ങിയത്. എൻ്റെ കർത്താവ് വ്യക്തമായിട്ട് പറയുക, ഞാൻ നിൻ്റെ കൂടെ, ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല, കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ആരും നിന്നെ തല്ലത്തില്ലെന്ന്. ഒരുത്തരും നിന്നെ തല്ലാൻ വരത്തില്ല. കാരണം എന്താ? ഞാൻ നിൻ്റെ കൂടെ. ഇതൂത് പോരെ ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും നിനക്കെതിരെ നിൽക്കത്തില്ല. മോശയോട് പറഞ്ഞില്ലേ, യോശുവയോട് പറഞ്ഞില്ലേ, ഓ നിൻ്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിൻ്റെ നേരെ. ഓ എത്ര വലിയ വാക്കായല്ലേ! ഒന്ന് സ്തോത്രം പറയണോ എന്നെ? നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യന് നിന്റെ നേരെ, എന്നിട്ട് പ്രൂഫും കൂടെ കൊടുത്തു. മോശയോട് കൂടെ ഞാൻ ഇരുന്ന പോലെ. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നിനക്ക് നേരെ കയ്യേറ്റം ചെയ്യത്തില്ല. ആമേൻ. യഹൂദൻ എത്ര എതിരായി നിനക്ക് നേരെ നിന്നാലും തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പ്രതികൂലങ്ങൾ നിനക്കെതിരെ നിന്നാലും, ആരൊക്കെ നിനക്കെതിരെ നിന്നാലും നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ജീസസ്, ഹല്ലേലൂയ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലൊരു ആൻറ്റി പ്രാർത്ഥനയ്ക്ക് പോകും. എല്ലാ പ്രാർത്ഥനയ്ക്കും പോകും. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും പോകും, വ്യാഴാഴ്ച ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കും പോകും, ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കും പോകും. ഇത് ഇഷ്ടമല്ലാത്ത ഒരാൾ വീട്ടിലുണ്ട്, ഭർത്താവ്. ആൻറ്റിയോട് പല പ്രാവശ്യം പറഞ്ഞു, നീ പോകരുതെന്ന് പറഞ്ഞു. ആൻറ്റി എങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ആൻറ്റി പറഞ്ഞു, പ്രാർത്ഥിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, പ്രാർത്ഥനയ്ക്ക് പോയാലേ പറ്റൂ. ലാസ്റ്റ് ഈ സഖി കേട്ടപ്പോൾ ഈ അച്ചായൻ എന്ത് ചെയ്തറിയാമോ? എങ്ങാണ്ടോ പോയി ഒരു മന്ത്രവാദിയെ കണ്ടു. അച്ഛൻ പറഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല, ഇനിയും ഒരു മന്ത്രവാദിയുടെ കൊടുക്കുക. മന്ത്രവാദിയുടെ അടുത്ത് ചെന്നിട്ട് മന്ത്രവാദിയോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എല്ലാ കാര്യവും പറഞ്ഞ അനുസരിക്കും, ഈ കാര്യം മാത്രം എന്ത് ചെയ്യത്തില്ല, അനുസരിക്കത്തില്ല. അതുകൊണ്ട് എനിക്കിവളെ വേണ്ട, എനിക്കിവളെ വേണ്ട. ഇവളെങ്ങനെങ്കിലും ചാകണം, എങ്ങനെയെങ്കിലും ഇവള് തീരണം, എനിക്കിവളെ വേണ്ട, എനിക്ക് കൊല്ലാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മന്ത്രവാദി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഒരു പൊടി പ്രാർത്ഥിച്ചു തരാം അവൻ്റെ പ്രാർത്ഥനയിൽ. ഇത് രാവിലെ ഇടുന്ന ചായക്കകത്ത് ഇട്ടേക്കാൻ പറഞ്ഞു. ഇത് കുടിച്ചിട്ട് ഇവൾ പോയി കിണറ്റിൽ പോയി ചാടുമെന്ന് പറഞ്ഞു. എവിടെ പോയി ചാടും? കിണറ്റിൽ പോയി ചാടുമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഈ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ഈ പൊടിയും വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് സൂക്ഷിച്ചു വെച്ചു. രാവിലെ ചായ ഇട്ടു. ഭാര്യ വളരെ സന്തോഷത്തോടെ
ഒരു ചായ അവക്കും ഒരു ചായ ഭർത്താവിനും ഇട്ട് സിറ്റ് ഔട്ടിലിരിക്കുന്ന ഭർത്താവിൻ്റെ അടുക്കെ കൊണ്ട് കൊടുത്തു. ആര് കൊണ്ട് കൊടുത്തു? ഭാര്യ കൊണ്ട് കൊടുത്തു. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് ഭർത്താവ് കൊണ്ട് കൊടുത്തെന്നുള്ള രീതിയാണ്. അല്ലല്ലേ, അങ്ങനെയും വീടുണ്ട് കേട്ടോ. രാവിലെ ആൻറ്റി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ വായിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ അച്ചായൻ കാപ്പി ഇട്ടുകൊണ്ട് വരുന്ന വീടൊക്കെ ഉണ്ട്. സ്തോത്രം. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ ചായ ഇട്ടുകൊണ്ട് വന്ന സമയത്ത് അവിടെ കൊണ്ട് വെച്ച് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് പോയ പോക്കിന് അവിടെ ചായ, അച്ചായൻ്റെ ചായ എടുത്ത് മാറ്റി വെച്ചു. അവിടെ ചായ എടുത്തിട്ട് ഈ ചായക്കകത്ത് ഈ പൊടി സ്ഥാപിച്ചു. എന്തോ കാര്യം പറഞ്ഞ് പട്ടി കുറച്ചോ എന്തോ അറിയത്തില്ല. അച്ചാനോട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അച്ചാൻ്റെ ചായ എടുത്ത് അമ്മാമ്മയും അമ്മാമ്മയുടെ ചായ എടുത്ത് അച്ചാനും കുടിച്ചു. പൊടി മാറിപ്പോയി. അച്ചാൻ ഈ ചായ കുടിച്ചപ്പോൾ ഇരിക്കാൻ വയ്യ, ഭയങ്കര അസ്വസ്ഥത. ചാകണം എന്നുള്ള ചിന്തയാ. വല്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഈ ചായ മാറിപ്പോയില്ലേ. ഇദ്ദേഹം കിണറിൻ്റെ തിട്ടയ്ക്ക് കയറി നിൽക്കുക, ഇപ്പം ചാടുമെന്നും പറഞ്ഞ് ഇവള് കയറി കെട്ടിയൊക്കെ പിടിച്ചു. എന്താ പറ്റി? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നിങ്ങൾ എന്തോ ഈ കാണിക്കുമെന്ന് പറഞ്ഞ് കാറി ബഹളം ഉണ്ടാക്കി പിടിച്ചു വലിച്ച് താഴെ ഇട്ടു. അന്ന് അച്ഛൻ മാനസാന്തരപ്പെട്ടെന്നാണ് പറഞ്ഞത്. അച്ഛന് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകാൻ തുടങ്ങി. സ്വോത്രം. നിന്റെ ജീവകാലത്തൊരുത്തനും നിന്നെ തൊടാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും എന്ത് ചെയ്യത്തില്ല. ഒന്ന് പറ, പറ്റത്തില്ല. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ നിന്റെ കൂടെ, ഒരു ദ്രോഹവും നിനക്ക് സംഭവിക്കില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല, കയ്യേറ്റം ചെയ്യുകയില്ല. അപ്പൊ പൗലോസ് നിർത്തിപ്പോള കാരണം എന്താ? കയ്യേറ്റം പേടിച്ചായിരിക്കാം. പക്ഷെ കയ്യേറുകയില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തില്ല. ദോഷം വരുത്തുന്ന ആളുകളുണ്ട് കേട്ടോ. നീ നല്ലത് പറയുമ്പോൾ നിനക്കെതിരെ ദോഷം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, നീ നല്ലത് ചെയ്തിട്ടാണ് നിനക്ക് ആരെങ്കിലും ദോഷം ചെയ്യുന്നെങ്കിൽ ഭാരപ്പെടേണ്ട, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു ദോഷവും ചെയ്യില്ല. അടുത്തതാണ് ദൈവാത്മാവ് എന്നെ തൊട്ടത്. അവിടെ എഴുതിയിരിക്കുക ഇങ്ങനെയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്നറിയുക. വിശ്വസിക്കാമോ? ഇനി ഞാൻ സഭയോട് ദൂത് പറയാം, സഭയ്ക്കുള്ള ദൂത് കൈമാറാം. ഈ പട്ടണത്തിൽ ദൈവത്തിന് ചില ജനമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയെന്ന് ചോദിക്കരുത്, എപ്പോഴൊന്ന് ചോദിക്കരുത്. ഇത് വചനം പറയുകയാ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഈ ദേശത്തെ ഇളക്കി മറിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി സഭ കരമടിച്ച് അത് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ കണ്ടല്ലോ. ആമേൻ. ധാരാളം ആളുകൾ ഇതിനകത്ത് കയറി വന്നത് അർത്ഥം ഈ പട്ടണത്തിൽ അനേകരുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞ് ആരാധിക്ക്. ഇതിനകത്തൊരു ഇളക്കം ദൈവം ചെയ്യാൻ പോകുകയാ. ഒരുത്തനും നിനക്ക് ദോഷം ചെയ്യത്തില്ല. വിശ്വാസത്തോടെ കരമടിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് ഈ പട്ടണത്തിൽ ഒരു കൂട്ടം ജനമുണ്ട്. വിശ്വസിക്ക്, ഒരു കൂട്ടം ജനമുണ്ട്. നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് അനേകരെ കൊണ്ടുവരാൻ കഴിയോ? ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടോ? വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ എനിക്കൊന്ന് വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയോ ആണെന്ന് തോന്നുന്നു. ഒരു ദിവസം വൈകിട്ട് ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച സഭയിൽ നിന്ന് ഒരു മകനും ഒരു കുഞ്ഞും കൂടെ എൻ്റെ വീട്ടിൽ വന്നു എന്നെ കാണാൻ വേണ്ടി, ഈ കറുകച്ചാലിനടുത്ത്. അപ്പം യാദൃശ്യം കയറി വന്നതാണ്. വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ്, ഇവിടുത്തെ വേലയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റേ റാന്നിന്ന് ഞങ്ങളുടെ ചർച്ചിൽ ആൾക്കാർ വരുന്നുണ്ടെന്ന്. എവിടെ? ഇവിടുന്ന് കോട്ടയത്ത് പോയി ആരാധിക്കുന്ന ആളുകൾ റാന്നിന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരി അസൂയ. എടാ, റാന്നിന്നോ?
ഇത് റാന്നിക്കും കോട്ടത്തിന് ഇടയ്ക്കല്ലേ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇവർക്കെന്താ നമ്മുടെ അടുത്ത് വന്ന് കൂടെ ഒരു ചിന്ത. ഞാനിതെല്ലാം കേട്ടിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു, അവരങ്ങ് പോയി. എന്നിട്ട് ഞാൻ അങ്ങ് ഡൗൺ ആയിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടീ കേട്ടോ നീ പറഞ്ഞേ എന്തോ റാന്നിയിൽ നിന്ന് അവിടെ പോയി ആരാധിക്കാൻ ആൾക്കാരുണ്ടെന്ന്. എടാ ഞാൻ ഇത്രയും പരിപാടി കേട്ടു, എന്താ റാന്നിക്കാരായിരുന്നു നമ്മളെ കാണുന്നില്ലേ? ഞാനിങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ എന്തോ ടെൻഷനായിട്ട് ഇവരോട് പറയുക, റാന്നിയിൽ നിന്ന് എന്താ ആൾക്കാർ ഇവിടെ വരാത്തേ, ഇവിടെ എന്താ അത്ര കുഴപ്പമെന്തോ എന്നൊക്കെ ഞാനിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ എൻ്റെ വൈഫിനോട് ഞാനിങ്ങനെ പറഞ്ഞു. അവൾ കേട്ടോണ്ടിരിക്കുക. കേൾക്കണോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച റാന്നി നിന്ന് 2 പേരെ അതിനകത്ത് വന്നേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ റാന്നിയിൽ നിന്ന് എന്താ ഇവിടെ വരാത്തെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അത് അറിഞ്ഞിട്ട് 2 പേരെ തട്ടി ഇങ്ങോട്ട് വിട്ടു. കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് കാര്യം മനസ്സിലായി, ഈ പട്ടണത്തിൽ അനേകരുണ്ട്. സഭ ഏറ്റെടുക്കുമോ? ദൈവത്തിന് പദ്ധതിയുണ്ട്. ഊടാരാഭാരാഭാഷ. അവരെന്നോട് പറഞ്ഞിട്ട് പോയി, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ബുധനാഴ്ച പ്രാർത്ഥന മുടക്കത്തിൽ പറഞ്ഞാൽ പോയി ഇവിടുന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? റാന്നി അല്ല, ആമേൻ, 25 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഇവിടകത്ത് ആളിനെ കൊണ്ടുവരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ആമേൻ. ഈ പട്ടണത്തിൽ അനവധി ജനമുണ്ട്. ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. അത്ഭുതം ചെയ്യാൻ ദൈവം മതിയായവന്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കുക. 2 കരങ്ങളും അടിച്ചു ദൈവത്തെ സ്തുതിക്ക്.